നിന്നെ അറിയുന്നു നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥ മാറുകയില്ല. ക്രിസ്ത്യാനി ആവർത്തിച്ചിന്റെ നാളെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥിതി മാറിച്ചില്ല. എന്നാൽ ഇത് മകൾക്കാലം ദൈവാനുഭവം നിന്നോട് പറയുന്നു നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന്. ഇത് മകൾക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു നിന്റെ സ്ഥിതി മാറി വരുമെന്ന്. ഹല്ലേലൂയ. ഇത് മകൾക്കാലം നിന്റെ അവസ്ഥയെ മാറ്റുമ്പോൾ നിന്റെ ഭർത്താവിന്റെ അവസ്ഥയുണ്ട്. ഹല്ലേലൂയ.
ഇന്നും ഇനിയും അവരോടുകൂടെ വേദനയോടുകൂടിയും ഇനി ഇപ്പോഴും ദൈവസ്ഥയെ ആയിരിക്കുന്നു. നാം പാടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ എന്റെ സ്നേഹത്തിൽ ജയഗീതം പാടുവാണ് ജയം ഒരാൾക്ക് നമുക്ക് ആംഗീകരുടെ ഒരു നിമിഷം വിശ്വാസത്തോടെ പാടാം. എന്തായാലും ആവശ്യപ്പെടുകയില്ല. ഈ നേരത്തെ സങ്കടപ്പെട്ട ഹൃദയം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ സന്തോഷിപ്പിക്കുന്ന ദൈവം ഇവിടെ അല്ലെങ്കിൽ ജീവിതത്തിൽ ആകർഷിച്ചപ്പോൾ
ഉദ്ദേശിച്ചുവോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് നിവർത്തിക്കുവാൻ, അതൊക്കെ നമുക്ക് ഗ്രഹിക്കുവാൻ, ആ നന്മകളൊക്കെ നമുക്ക് നൽകുവാൻ നമ്മുടെ ദൈവവിശ്വസ്തരായി സ്തോത്രം ചെയ്യാം. ഈ വാരനാവിട്ട് ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ എന്റെ അപേക്ഷ കേട്ടു. അത് വ്യക്തതയോടെ ഈ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, ഈ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതെന്റെ ദൈവം എനിക്ക് തന്നു എന്ന് വ്യക്തതയോടെ പറയത്തക്കവണ്ണം ദൈവങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എന്നാലെല്ലാം ആ വചനത്തെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടിട്ടുണ്ടോ, ആ വചനത്തിൽ വെളിപ്പെടുത്തലുകളെ വിശ്വസിച്ച് തങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഏതോ കാര്യങ്ങളിൽ ഇല്ലാതെ ആത്മീയത്തെ നന്മയാകാം, ഭൗമിക നന്മയാകാം, ആ വചനത്തെ ഹൃദയത്തെ വിശ്വസിച്ച് ഹൃദയം ഉടഞ്ഞ് കണ്ണീരോടെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചെങ്കിൽ ആ കാര്യങ്ങളെ ദൈവം നമുക്ക് നിവർത്തിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ പ്രശ്നങ്ങളെ കൈകരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ ആത്മീയ നന്മ ദൈവം വിശ്വസ്തനാണ്. ആ ഭൗതിക നന്മകളെ ദൈവം വിശ്വസ്തനാണ്. എല്ലാവരും വിശ്വാസത്തോടെ നിമിഷം പ്രാർത്ഥിച്ചു. ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഇന്ന് എനിക്കില്ലാതിരിക്കുന്ന ആ നന്മയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവമില്ല ദൈവം വ്യക്തതയോടെ എനിക്ക് പറയാൻ കഴിയും. ഇത് ഇന്ന ദിവസം കണ്ണീരോടെ ഞാൻ ദൈവസ്ഥിതി പ്രാർത്ഥിച്ചു, എന്റെ ദൈവന്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് തന്നു എന്ന് പറയത്തക്കമാണ് ദൈവം. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ദിവസം ആത്മീയത്തിന്റെ വിഷയങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, അത് ദൈവം നമുക്ക് നിവർത്തിക്കും. ദൈവം നമുക്ക് നിറവേറ്റി തരും. ദൈവം നമുക്ക് നിറവേറ്റി തരുന്നതിനാൽ നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി, ഈ കാര്യങ്ങളിലേ ഉയർത്തി രാജ്യം വിശ്വസ്തോത്രം ചെയ്തവിടെ സോദര 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 സോദര
പ്രകാരം ഫലം ലഭിച്ചുവോ ആ വിഷയങ്ങളിലെല്ലാം പ്രവർത്തിപ്പാൻ ദൈവ വിശ്വസ്തരും ദൈവമധികാരികളുമാണ്. ഭക്തയോട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും നമുക്ക് മറ്റുള്ളവരോട് വെളിപ്പെടുത്തത്തക്കവണ്ണോ അത്ഭുതകരമായ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ വിശ്വസ്തരാണ്. ഈ പല കാര്യങ്ങൾ ദൈവാസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരല്പസമയം ദൈവജനത്തിൽ നിന്ന് ചില വിഷയങ്ങൾ നമുക്ക് ചുരുക്കമായി വേദമായി ചിന്തിക്കാം. എല്ലാവരും വേദപുസ്തകങ്ങളെ തുറക്കണം. എല്ലാവരും വേദപുസ്തകങ്ങളെ തുറക്കണം. ദൈവ വചനം വായിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവവചനം എല്ലാവരും ശ്രദ്ധിക്കണം. ചുരുങ്ങിയ സമയത്ത് ദൈവ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ നൽകാൻ ആഗ്രഹിക്കും. ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 23-ാം അധ്യായത്തിലേക്ക് എല്ലാവരും പുസ്തകങ്ങൾ തുറന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 23-ാം അധ്യായം വാക്യാസ്പദമായിട്ടല്ല. ആ ദൈവജന ഭാഗത്ത് ഒരു ഭാഗം നാം ശ്രദ്ധിച്ച് അതിൽ നിന്ന് ചില ചിന്തകൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ വായിക്കണ്ട. വീട്ടിൽ പോയി നന്നായി വായിക്കണം. ആ 1 മുതൽ 13 വരെയുള്ള ആ വേദഭാഗങ്ങളിൽ നിന്ന് ചില വിഷയങ്ങളെ നമുക്കൊരു 7 വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. നോട്ട് ചെയ്തോളൂ. ആ സന്ദർഭം എന്ന് പറയുന്നത് ദാവീദ് പ്രാണരക്ഷാർത്ഥം ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദാവീദ് വല്ലാതെ ഓടി അലയുന്ന ഒരു സമയമാണ്, ഒരു നേരമാണ്. തന്റെ പ്രാണനെ രക്ഷിക്കുവാൻ ശൗലിന്റെ പക്കൽ നിന്ന് അവൻ ഓടി, അനുഭവങ്ങളുടെ കാടുകളും ഓടി അവനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ 1-ാം വാക്യം: അനന്തരം ഫെലിസ്ത്യർ കേനീയരുടെ നേരെ യുദ്ധം ചെയ്യുമെന്നും അവർ കടങ്ങളിൽ കവർച്ച ചെയ്യുമെന്നും ദാവീദിന് പറഞ്ഞു. ശ്രദ്ധിക്കുക. ദാവീദിനെ തന്റെ പ്രാണനെ പിടിച്ചുകൊണ്ടുപോവുക. ശൗല് ദാവീദിന് പിന്നാലെ തന്റെ പ്രാണനെ എടുക്കുവാനായി ഓടിക്കൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തില് ഫെലിസ്ത്യർ കെയീലയുടെ നേരെ യുദ്ധം ചെയ്യുന്നുവെന്ന്, ആ ഫെലിസ്ത്യർ കടങ്ങളിൽ കവർച്ച ചെയ്യുന്നു എന്നുള്ളതായ ഒരറിവ് ദാവീദിന് കിട്ടി. ഈ കെയീല എന്ന് പറയുന്നത് യഹൂദയോട് ചേർന്ന ഒരു പ്രദേശമാണ്. യഹൂദയോട് ചേർന്ന ഒരു പ്രദേശമാണ് ഈ കെയീല. ധാന്യസംഭരണിയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ കടങ്ങളിൽ വന്ന് ശത്രു കവർച്ച ചെയ്യുന്നത്. കോട്ടകളുള്ള ഒരു സ്ഥലമാണ്, മതിലുകളും കോട്ടകളുമുള്ള ഒരു സ്ഥലമാണ് ഈ കെയീല. ധാന്യ സംഭരണിയുള്ള ഇടമാണ്. യഹൂദയോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഒന്നാമത് അവിടെ ചിന്തിക്കുന്ന കാര്യം, ദാവീദ് അപ്പോൾ രാജാവല്ല. രാജാവാരാണ്? ശൗലാണ്. ശൗൽ സംരക്ഷണ ചെയ്യേണ്ട ഈ പ്രദേശം ശൗല് ഇത് സംരക്ഷണം ചെയ്യാതെ ശൗല് ആരുടെ പിന്നാലെ ഓടുക? ദാവീദിന്റെ പിന്നാലെ ഓടുക. ദാവീദിന്റെ പിന്നാലെ ഈ നേരെ നോക്കി ശത്രു വന്നു,
ഇത് സംരക്ഷണം ചെയ്യുക, സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ കർത്തവ്യമാണ്? ശരീര കർത്തവ്യമാണ്. അവന് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ വിട്ട് ആ കർത്തവ്യം ഉപേക്ഷിച്ചിട്ട് ഇപ്പോ ദാവീദിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. നാം സൂക്ഷിക്കേണ്ടതായ, നാം കരുതിക്കൊള്ളേണ്ടതായ നമ്മുടെ ജീവിതത്തെ നാം ജാഗ്രതയോടെ കാത്തുകൊള്ളുകയും കരുതുകയും ചെയ്യാതെ ശൗൽ അഭിഷേകം ചെയ്യപ്പെട്ടത് ദേശത്തെ സംരക്ഷിക്കാനാണ്, ശത്രുവിന്റെ കയ്യിൽ ദേശത്തെ സൂക്ഷിക്കുവാനാണ്. നാം ജാഗ്രതയോടെ കരുതിക്കൊള്ളേണ്ട, സൂക്ഷിക്കേണ്ട നമ്മുടെ ജീവിതങ്ങളെ ആ ജാഗ്രതയോടെ നാം കാത്തുകൊള്ളാതെ ഉപകാരം വരാത്ത, നന്മ വരാത്ത മറ്റു പലതിന്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആരും കവർ ചെയ്യുന്നുണ്ടോ? കവർ ചെയ്യുന്നുണ്ടോ? ശത്രു വന്ന് ജീവിതത്തിൽ കവർച്ച ചെയ്തു. അതുകൊണ്ടാണ് അനേക ജീവിതത്തിൽ നിന്ന് മുൻപുണ്ടായിരുന്ന ആത്മീയമായ നന്മനോ അനുഭവങ്ങളോ അനുഗ്രഹങ്ങളോ ഇല്ല. ശത്രു വന്നു, അതെല്ലാം കവർന്നുകൊണ്ടുപോയി. കാരണം തങ്ങളുടെ ജീവിതങ്ങളെ ജാഗ്രതയോടെ കാത്തുകൊള്ളാതെ ഉപകാരം വരാത്ത മറ്റ് പലതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം, നിന്റെ ജീവിതം ഉപകാരം വരാത്ത മറ്റ് പലതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ദാവീദിനോടുള്ള പകം, ദാവീദിനോടുള്ള വിദ്വേഷം, ഈ ദാവീദിനോടുള്ള വിദ്വേഷവും പകയും എല്ലാം ഹൃദയത്തിൽ ഉണ്ടായി ദാവീദിനെ കാണാൻ വേണ്ടി അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഈ സമ്പത്തുകളൊന്നും സംരക്ഷണം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ദാവീദിന്റെ വിദ്വേഷമില്ല. കാരണം ഇതൊക്കെ ഉണ്ടായി പോയാൽ നമ്മുടെ ജീവിതത്തിൽ മൂല്യമായി തന്നെ ആയിട്ട് പോകും. ശത്രു വന്ന് കവർന്നുകൊണ്ട് പോകും. ഒന്നാമത് ചിന്തയാണ് ദോഷമായ, അന്യമായ, ഉപകാരം വരാത്ത പല കാര്യങ്ങളുടെ പിന്നാലെ സമയം സ്പെൻഡ് ചെയ്യുക. ഒരു 24 മണിക്കൂർ ഒരു ദിവസം ദൈവം തരുമ്പോൾ അതിലേറെ സമയങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? എന്തിനുവേണ്ടി ചെലവഴിക്കുന്നത്? ജീവിതത്തിൽ ഉപകാരം വരാത്ത പല കാര്യങ്ങൾക്ക്, ദൈവം അനുവദിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്വയം ശോധന ഈ പറയുന്ന നിങ്ങളോട് പറയുന്ന എനിക്കും എന്നെ കേട്ട് നിങ്ങൾക്കും ഉണ്ടാകണം. ഒന്നാമത്തെ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മീയമായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ സകലജാഗ്രതയോടുകൂടെ നാം കാക്കേണ്ട, സംരക്ഷണം ചെയ്യേണ്ട നേരത്ത് അന്യമായ കാര്യങ്ങൾ, ഉപകാരപ്പെടാത്ത കാര്യങ്ങൾ നാം സമയം ചെലവഴിക്കുന്നതൊക്കെ തന്റെ ആത്മീയമായ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്ന കാര്യമാണോ? എന്റെ ജീവിതത്തിൽ ഉപകാരമായിരുന്ന കാര്യമാണോ? ഇന്ന് ഉപവാസപ്രാർത്ഥനയെ പ്രതിനിധിക്കുമ്പോ ഒന്നാമത്തെ ചിന്ത അതാണ്. അല്ലെങ്കിൽ എന്തെയും വെളുത്തിൽ വന്ന് കടകളിൽ കവർച്ച ചെയ്തു ശത്രുവിൽ ഉള്ള ആത്മീയമായ നന്മകളെ, അനുഭവങ്ങളെ എല്ലാം കൊണ്ടുപോകും. നമ്മളോ അന്യമായതിന്റെ പിന്നാലെ, നമുക്ക് ഉപകാരം വരാത്തതിന്റെ പിന്നാലെ നമ്മുടെ സമയങ്ങളെ ചെലവഴിച്ച്, കാലങ്ങളെ ചെലവഴിച്ച് അവസാനം വരുന്നത് എന്ത് ചെയ്യും? അവർക്ക് തെറ്റുപോയെന്ന് ഒന്നാമത് ചിന്തിക്കും. നിന്റെ ഹൃദയത്തെ അതിന്റെ സകല ജാഗ്രതയോടുകൂടി വേണം കാത്തോളണം. ആത്മീയ മൂല്യങ്ങളെ, അനുഭവങ്ങളെ, അനുഗ്രഹങ്ങളെ അത് നഷ്ടപ്പെട്ടു പോകും വിധം ലോകത്തിന് പിന്നാലെ പോകരുത്, ദോഷമായതിന് പിന്നാലെ പോകരുത്, അന്യമായതിന് പിന്നാലെ പോകരുത്. ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ലാത്ത ഈ ദാവീദിന് പിന്നാലെ ഓടിപ്പോയി അവരെ പിടിക്കാൻ ദൈവം ദാവീദിന്റെ പിന്നാലെ ഓടിപ്പോയി അവനെ കാണാൻ പിടിക്കാൻ ദൈവം പറഞ്ഞു ശൗലിനോട്. ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തിൽ നീ പോകരുത്, ദൈവത്തെ പിന്നാലെ കാര്യത്തിൽ നീ പോകരുത്, ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങളിലേക്ക് നീ പോകരുത്, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് താല്പര്യത്തിന് ഒത്താണ് നീ പോകരുത്. അങ്ങനെ പോയാൽ
ദൈവകൃപയെ നഷ്ടപ്പെടുത്തി, അഭിഷേകം നഷ്ടപ്പെടുത്തി, അന്യമായതിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന, ദൈവം അനുവദിച്ചിട്ടില്ലാത്തതിന്റെ പിന്നാലെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടിപ്പോകുന്ന ശൗലിന് ഈ അറിവുണ്ടാകുന്നില്ല, ഈ അറിവ് കിട്ടിയില്ല. വിശ്വാസിയാണോ? വിശ്വാസിയാണോ? ഉപദേശിയാണോ? ഉപദേശിയാണ്. ശത്രു പോരാടുന്നതോ ശത്രു അവഗണിച്ചുകൊണ്ട് പോകുന്നതോ ഒന്നും ചെയ്യുന്നില്ല, അറിയില്ല. സഭാകരണോ? സഭാകരണം. സാക്ഷിയാണോ? സാക്ഷി പറയണം. പ്രസംഗിക്കുന്നതോ? പ്രസംഗിക്കുന്നുണ്ട്. ശത്രു കൊണ്ടുപോകുന്ന അറിയില്ല. ശത്രു വരുന്നു, ശത്രു അകത്ത് കളയുന്നു, ശത്രു നശിപ്പിച്ച് കളയുന്നു, ശത്രു കൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അറിയില്ല. ആദ്യം അറിയാൻ കഴിയും ദൈവകൃപയിൽ നിന്ന് അഭിഷേകമുള്ളവനെ അറിയാൻ കഴിയും. ദൈവകൃപയിൽ അഭിഷേകമുള്ളവൻ അറിയാം ശത്രു വരുന്നുണ്ട്, പോരാടുന്നുണ്ട്, നന്മ അവഗണിക്കുന്നുണ്ട്, അവരോട് എതിർത്ത് നിൽക്കണം, പോരാടണം, ആ നന്മ അവഗണിച്ചുകൊണ്ട് പോകാതെ സൂക്ഷിക്കണം. അഭിഷേകമില്ല, സഭയുണ്ടെന്നുള്ളത് ചെയ്യാം, വിശ്വാസികളുടെ നാമതയുണ്ടെന്നുള്ളത് ചെയ്യാം. അതുകൊണ്ട് ദൈവകൃപ നഷ്ടപ്പെടാതെയും നഷ്ടപ്പെടുത്താതെയും അഭിഷേകം നഷ്ടപ്പെടാതെയും നഷ്ടപ്പെടുത്താതെയും ഇരിക്കുന്നവർക്ക് മാത്രമേ ഈ അറിവ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവകൃപയിൽ നിലനിൽക്കണം, അഭിഷേകത്തിൽ നിലനിൽക്കണം. ശത്രു വരും, ശത്രു വരും. അത് വേലക്കാരൻ തന്നെയായാലും വിശ്വാസികൾ തന്നെയായാലും നമുക്ക് കൃപ അഭിഷേകം കൊണ്ട് നിലനിന്നാൽ നമുക്കറിയാം ശത്രു വരുന്നുണ്ട്, ശത്രു അവഗണിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനോട് എന്ത് ചെയ്യാൻ കഴിയും? എതിർത്ത് നിൽക്കാൻ കഴിയും, പോരാടാൻ കഴിയും. ഇതൊന്നും ഇല്ലാത്ത ശൗര്യമാരൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ശൗര്യം അവൻ ജീവിക്കുക. ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തില് രണ്ടാമത്തെ ചിന്ത, ദാവീദിന് അറിവ് കിട്ടി. ദാവീദിന് അറിവ് കിട്ടി, ശൗര്യന് അറിവ് കിട്ടിയില്ല. ദാവീദിന് അറിവ് കിട്ടി. ദൈവം നമുക്ക് അറിവ് തരും, ദൈവം നമുക്ക് ആലോചന തരും, ദൈവം നമ്മെ ഉണർത്തും. ശത്രു വിരോധമായി വരുന്നു, അവരോട് പൊരുതണം, പോരാടണം, എതിർത്ത് നിൽക്കണം. ഇതിന്റെ നാശത്തിന് വേണ്ടി എതിർക്കുന്ന ശക്തിയാണ്, നിന്റെ നന്മ അവഗണിക്കാൻ വേണ്ട ശക്തിയാണ്. അതിനോട് നീ എതിർത്ത് നിൽക്കണം, അതിനോട് നീ യുദ്ധം ചെയ്യണം.
ഇത് സംസാരിക്കുന്നത് ഇരുന്നുറങ്ങരുത് ആണോ? ദൈവശബ്ദം കേട്ടു രാത്രിയിലായിരുന്നപ്പോ ദൈവശബ്ദം കേട്ട് ഇരുന്നുറങ്ങരുത്. ഒരു രാത്രി പ്രാർത്ഥിക്കാൻ വിളക്കാൻ നടത്തിയാൽ ആ പ്രഭാതത്തിന് മുൻപ് എത്തിയിരിക്കണം ദൈവശബ്ദം കേട്ട്. എന്റെ ഹൃദയം തകർന്നുപോയ ഒരു നിമിഷം എന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയമാണ്. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ എന്റെ ഹൃദയത്തിന് ദുഃഖമായ ദൈവം ചെയ്തു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്റെ ഹൃദയം വേദനപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തല്ലോ, ദൈവം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. ഇത് ശുശ്രൂഷയുടെ ആരംഭ സമയമാണ്. ഞാൻ കൈതക്കോട് പറയുന്ന സ്ഥലത്തേക്ക് ശുശ്രൂഷ ചെയ്യിക്കാം. അപ്പോ ഞാൻ എനിക്ക് കൈതക്കോട് ഇന്ന് നേരെ കൊട്ടാരത്തിലേക്ക് ഞാൻ സെൻട്രലിലേക്ക് പോവാണെന്ന് പറഞ്ഞു വന്നു. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ വന്നാൽ ആരും അറിയില്ല. താഴെ കോശമുണ്ട്, സ്വാഗതമുണ്ട്, കൊണ്ടുവന്ന ആവശ്യമായി ഞാൻ വന്നു. ഒരു വൈകിട്ട് ഞാൻ വന്നു. എന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന, വല്ലാത്ത ഭാരം. ഞാൻ പക്ഷേ ഞാൻ പറയുന്നത്, കർത്താവ് ഇന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? അതാണ് എന്റെ ചോദ്യം. ഞാൻ മുകളിൽ കയറി പോയി. മുകളിൽ കയറി സത്യാലയമായി ആ സത്യത്തിന്റെ മുകളിൽ ആ പ്രായമായിരുന്നു. ഞാനവിടെ മുട്ടുകഴിഞ്ഞു കൈ കെട്ടി പ്രാർത്ഥിക്കുകയായിരുന്നില്ല. ഞാൻ സത്യത്തെ ദൈവത്തെ ചോദിച്ചുകൊണ്ടിരുന്നു. നാട്ടിൽ പറയുന്നു അങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരുന്നു. ഓരോ കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ദൈവം പറയുന്നില്ല. മണിക്കൂറുകൾ ഞാൻ സംസാരിച്ചുകൊണ്ടേ, എനിക്ക് വാശിയോടെ ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു, സങ്കടത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നു. സമയം എത്ര വേണം എനിക്കറിയുന്നില്ല. ഒരു സമയം ഇവിടെ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇന്ന് വ്യക്തമായ ദൈവത്തോട് പറയുന്നു, ഇന്ന വിഷയങ്ങൾക്കായി ഞാൻ ഈ വിധം ചെയ്യും എന്ന് എന്റെ കാലം കേൾക്കുന്ന ഒരു ശബ്ദം ചീഫ് അസിസ്റ്റന്റ് ഏറ്റവും കൂടുതൽ കേട്ടു. അത് കേട്ട് കഴിഞ്ഞു ഞാൻ കമ്പനിയുടെ ശബ്ദം എപ്പോഴാ കമ്പനിയുടെ ശബ്ദം എപ്പോഴാ ഞാൻ ആ വായിൽ നിന്ന് എഴുന്നേറ്റു. വായുണ്ട് ഞാൻ അവിടെ നല്ല കീഴിൽ വായ ആ ഭാഗത്ത് തന്നെ കിടന്ന ഏതൊരു സന്ധ്യാവസരം ആരും അറിയാതെ ഹൃദയ സങ്കടപ്പെടുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ ഞാൻ മണിക്കൂറുകൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയാം. ആ നിലയിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ചു. ശുശ്രൂഷ ഇടിമുഴക്കുന്നത് പോലെ വ്യക്തമായി ദൈവത്തോട് പറഞ്ഞു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത് ചെയ്യുന്നത് വ്യക്തമായി. ആ ശബ്ദം കാലം കേട്ട് കഴിഞ്ഞു. താഴെ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് സഹോദരിമാർ ഇവിടെ ചോദിക്കാൻ ഞാൻ പെട്ടെന്നോട് യുദ്ധം ചെയ്ത് ശരീരയെ രക്ഷിക്കാൻ ഞാൻ അവിടേക്ക് പോകണോ? അപ്പോഴാണ് പറയും, ഞാൻ പോവുക, ഞാൻ പോകണോ? ദൈവത്തെ പറഞ്ഞു, ഇപ്പോ നീ കയ്യിലെ കയ്യിൽ രക്ഷിക്കും. ദൈവത്തോട് ചോദിച്ചാൽ ഉത്തരം എന്തിയാവും? അതാ ഉത്തരം കേട്ട് എഴുന്നേൽക്കാവൂ. രാത്രി പ്രാർത്ഥനയിലേക്ക് ആ വിജയദിവസത്തിന്റെ പ്രഭാതത്തിന് മുമ്പ് ദൈവത്തിനോട് സംസാരിച്ചിരിക്കണം. ദൈവത്തിന്റെ മറുപടി തന്നിരിക്കണം. അപ്പോ രാവിലെ ദൈവത്തോട് ചോദിക്കുകയും ദൈവം രാവിനോട് സംസാരിക്കുക. അനുകൂലമായ ഒരു ആലോചന, അനുകൂലമായ ആലോചന. ഇപ്പൊ രാവിലെ എന്തായി കാണും? ഒത്തിരി സന്തോഷമുണ്ടായി. ഈ ദൈവത്തിന്റെ ഈ അനുകൂലമായ ആലോചനയിൽ രാവിലെ എഴുതിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ കാര്യം അനുകൂലമായിരിക്കുന്നു, ദൈവ ആലോചന ഉണ്ടായിരിക്കുന്നു. നാം എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് ആലോചന ചോദിച്ചു. പക്ഷെ ദൈവം നമുക്ക് ശരിയായ ആലോചന തന്നാലും ആ ആലോചനയിൽ നാം ആശ്വാസവും ധൈര്യവും പ്രാപിച്ചാൽ നെക്സ്റ്റ് മൊമെന്റ് നമ്മെ ക്ഷീണിക്കും. അത് സൂക്ഷിക്കണം. നമുക്ക് ദൈവത്തോട് സംസാരിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് സംസാരിച്ചു, ദൈവം എനിക്ക് ആലോചന തന്നു, ദൈവത്തിന്റെ കാര്യം എനിക്ക് അനുകൂലമായിരിക്കുന്നു പറഞ്ഞ് എഴുന്നേറ്റ ആ അടുത്ത നിമിഷം കൂടെയുള്ളവർക്ക് നമ്മെ ക്ഷീണിപ്പിക്കുന്ന, അധൈര്യപ്പെടുത്തുന്ന, മടുപ്പിക്കുന്ന
ചുറ്റുപാടുകൾ വായിച്ചാൽ മൂന്നാം വാക്യം. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട് നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നുവല്ലോ, പിന്നെ കെയിലയിൽ ഫിലിസ്ത്യരുടെ സൈന്യത്തിന്റെ നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. അനുകൂലമായ ആശ്വാസത്തോടും ധൈര്യത്തോടും കൂടെയുള്ളത് ഈ ചുറ്റുപാട് എപ്പോഴും ദൈവത്തിൽ നിന്ന് അനുകൂലമായ ആലോചനകളെ നാം പ്രാപിച്ചാലും നമ്മെ ക്ഷീണിപ്പിക്കുന്ന, നമ്മെ മടുപ്പിക്കുന്ന, നമ്മെ അധൈര്യപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടാണ് കൂടെയുള്ള ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, കുടുംബവിശ്വാസിയാകാം, ആരുമാകാം. അവര് നമ്മുടെ ദൈവം നമ്മോട് സംസാരിച്ചു. പറയുകയാണ് ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ വാക്കുകളോട് അറിയുന്നില്ല. ഭർത്താവിനാണ് ദൈവം എന്നോട് കഴിഞ്ഞ സഹോദരത്തിന് ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ ഈ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നില്ല. ഭാര്യ കേൾവില്ല, ചുറ്റുപാട് ഉപദേശി പ്രസംഗിച്ച പിന്നീട് എന്തെങ്കിലും പറഞ്ഞാണ്. പക്ഷെ അത് ഇവിടെ കേട്ടോണ്ട്
നിശ്ചയമായി കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു കാണണം, ഞങ്ങൾ അപ്പോഴേ ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ 5-ാം വാക്യത്തിലേക്ക് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 7-8 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ കെയീലിൽ ദാവീദ് വന്നു എന്നറിഞ്ഞിട്ട് ശൗൽ ഇപ്പോൾ സകല ജനമായിട്ടിരിക്കുകയാണ്. ദാവീദ് വായിച്ചാൽ 7-8 വാക്യങ്ങൾ. ദാവീദ് കെയീലിൽ വന്നിരിക്കുന്നുവെന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ ദൈവം അവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നെന്ന് ശൗൽ പറഞ്ഞു. പിന്നെ ശൗൽ ദാവീദിനെയും അവന്റെ ആളുകളെയും വളയേണ്ടതിന് കെയീലിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചു. നേരത്തെ ശൗലിനുണ്ടായിരുന്ന സന്നാഹത്തെക്കാൾ അവന്റെ സന്നാഹത്തെ അധികം എന്നുമല്ല, മതിലുകളുള്ള പട്ടണത്തിൽ കുടിയിരിക്കും. സാഹചര്യം പിന്നെയും കഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില സന്ദർഭത്തില് നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവാലയം അനുസരിച്ച് ദൈവങ്ങൾ നടക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചെയ്യുന്നത്. ദൈവങ്ങളെ എത്ര തന്നെ പ്രശ്നം അധികരിച്ചാലും, ശത്രു എത്ര തന്നെ ശക്തമായി പോരാടിയും ആത്യന്തികമായി ജയം നമുക്ക് ദൈവാലയത്തെ അനുസരിക്കുമ്പോ, ദൈവങ്ങളെ അനുസരിക്കുമ്പോ, ദൈവ വഴികളിലൊക്കെ നടക്കുമ്പോ എന്ന് ചോദിച്ചാല് ഈ പരീക്ഷകൾ, പ്രയാസങ്ങൾ അധികമായി ജീവിതത്തിലേക്ക് ഒഴിവാക്കപ്പെടയായിരിക്കും. ജീവിതത്തിലേക്ക് ഇപ്പം നേരത്തെക്കാൾ ശൗല് ദാവീദിന് വിരോധമായി അവന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ചു. നേരത്തെക്കാൾ ദാവീദ് ആയിരിക്കുന്ന ഇടം എത്തിയിരിക്കുകയാണ്. രക്ഷപ്പെട്ടു പോകുവാൻ കഴിയാത്ത ഇപ്പം പ്രശ്നങ്ങൾ നേരത്തെക്കാൾ അധികമായിരിക്കും. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോ, ദൈവാലയത്തിലേക്ക് വിധേയപ്പെട്ടപ്പോ, ദൈവവാക്ക് കേട്ട് മുന്നോട്ട് പോയപ്പോ നമ്മളൊക്കെ ചിലപ്പോഴും ദൈവത്തിനായി സമർപ്പിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, ദൈവ ആലോചന കേട്ട് ആ ദൈവ വഴികളിൽ നടക്കുവാൻ നാം നമ്മളെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ മുമ്പത്തേക്കാൾ പ്രശ്നങ്ങൾ നമ്മൾ ന്യായമായി നമ്മൾ ചോദിക്കുക, കർത്താവ് ഞാൻ നിന്റെ വാക്കുകൾ കേട്ടപ്പോഴും അനുസരിച്ചപ്പോഴും നിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടപ്പോഴും ഒക്കെ നിനക്കാൾ സമർപ്പിച്ചപ്പോഴൊക്കെ എന്റെ പ്രശ്നം പിന്നെ അധികം സ്വാഭാവികമാണ്. അങ്ങനെ അധികമായി പ്രശ്നങ്ങൾ വരാം. എന്നാൽ അവിടെ നിന്ന് ഈ ശൗലിനെ പൂർണ്ണമായും ദൈവം എന്തിനാണ്, ദൈവം അവിടുന്ന് വിടുവിച്ച് കൊണ്ടുപോകുന്ന നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയ ദൈവത്തിന് സ്തോത്രം. അധികമായ കഷ്ടം. ഈ ആവിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അവിടെ പോകുന്നതൊക്കെ അത് 6-ാം വാക്യത്തിൽ വായിക്കുന്നു. അബീമേലെക്കിന്റെ മകനായ അബ്യാഥ കെയീലിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ഈ ദാവീദിന് ഈ അബ്യാഥാക്കളോട് ഏഫോദ് കൊണ്ടുപോകും. ദാവീദ് ഏഫോദ് എന്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. ഏഫോദ് എന്റെ അടുത്ത് കൊണ്ടുവരാൻ പറയാം. 1 ശമൂവേൽ 30-ാം അധ്യായത്തില് സിക്ലാഗ്
നീ സിയോ കാണാതെ ഈ പുതിയ ശരീരത്തിന്റെ പണി ചവട്ടത്തില് ഈ പറഞ്ഞ എന്നോട് കൂടി എനിക്ക് പറഞ്ഞു അവരെന്നോട് വിരോധ മനോഭാവമുള്ളവരാണ്, എനിക്ക് ദോഷം ചെയ്തവരാണെന്ന് അറിഞ്ഞിട്ടും അവർ നശിച്ചു പോകുമല്ലോ എന്നൊരു വേദന, നിസ്വാർത്ഥമായ ഒരു മനോഭാവം ആഗ്രഹമുണ്ട്. നമ്മളെ വാക്ക് പറഞ്ഞത് നമുക്ക് തിന്മ ചെയ്തവരെ ദോഷം ചെയ്തവരെ കർത്താവിനെ കാറ്റുകൾ കൊണ്ടുപോലെ കൊണ്ടുവരുന്ന പ്രാർത്ഥിക്കുന്നവരാകുന്നുണ്ട്. നമുക്ക് തിന്മ ചെയ്തവരെ ദോഷം ചെയ്തവരെ വേദനിപ്പിച്ചവരെ ഉച്ചിപ്പിച്ചവരെ അവരുടെ കാറ്റുകൾ മുഴുവൻ കൊണ്ടുവരുന്ന ഒരിക്കലും പ്രാർത്ഥിച്ചവരാകുന്നുണ്ട്. കേട്ടോ, ആ മുഴുവൻ വിദ്യാർത്ഥികാരെന്നാ പറഞ്ഞത്. മുഴുവൻ ആണോ? പ്രകൃതി പോണോ? പ്രകൃതി പോണെങ്കിൽ വേണം അവിടെ പോകണം. സമയം പോകും, പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകും. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം, ഇത്രയൊക്കെ ആണെങ്കിൽ അതിന്റെ അവസാന വാക്യം വായിച്ചാല് പറയാന് ഞാൻ പറയുന്നില്ല, എനിക്കൊരു സ്വന്തം ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ നിസ്വാർത്ഥമായ ഭാവം അവരെ പറയുമ്പോ എന്നെ നശിപ്പിക്കുന്നല്ല, എന്റെ വിരുദ്ധം ഈ ഭക്ഷണത്തെ നശിപ്പിക്കുമല്ലോ. പക്ഷേ അവസാനം വായിക്കുകയാണ്, ശൗല് തന്റെ യാത്രയെ നിർത്തിവെച്ചു. അവസാന വാക്യം ദാവീദും 600 പേരോടുമുള്ള അവന്റെ ആളുകളും കെയിലെ വിട്ട് പുറപ്പെട്ട് മലക്കല്ലെടുത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയിലെ വിട്ട് ഓടിപ്പോയെന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദൈവങ്ങളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാത്ത ഒരു ദൈവം നിനക്ക് വിരോധമായി പുറപ്പെടുന്ന ശത്രുവിന്റെ യാത്രയെ നിർത്തിവെക്കുന്ന ദൈവമുണ്ട്. നിനക്ക് ദോഷം നിയോഗിക്കുന്ന ശത്രുവിനെ നിശ്ചയമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വിരോധമായി ഉയർത്തുന്ന കരത്തെ അടക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ശൗൽ അവന്റെ യാത്ര കേട്ടു നിർത്തിവെച്ചു. ശൗൽ എന്തിനാ യാത്ര പുറപ്പെട്ടത്? ദാവീദിന്റെ പ്രാണനെ. സംഘടനക്കാരൊക്കെ പറയും, ഈ ശൗൽ നിമിത്തം ചില വേദനകളൊക്കെ ഉണ്ടായെങ്കിലും ശത്രു നിമിത്തം ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നു. സംഘടനക്കാരൻ പറയാണ്, വൈകിയുടെ ഇഷ്ടത്തിന് എന്നെ ചെയ്തിട്ടില്ല. ശത്രു നിമിത്തം ചില ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നീ ദൈവ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിന്റെ പ്രതിസന്ധികൾ അതിജീവിക്കുകയും എപ്പോഴും എവിടെയും ദൈവത്തിന്റെ ആലോചന കാത്ത് ആലോചനയെ അനുസരിച്ച് നീ മുൻപോട്ട് പോകാമെങ്കിൽ നിന്റെ ശത്രുവിന്റെ കണ്ണിലും കരത്തിലും ദൈവം നിനക്കേറ്റില്ല, കൊടുക്കത്തില്ല. ആത്യന്തികമായി വിടുതലും ജയവും നമുക്കുള്ള വിശ്വസിക്കുന്ന ഒരു കാര്യം പറഞ്ഞ ചിന്തകരമായിട്ടുള്ള പ്രാരംഭ ചിന്തകൾ പറഞ്ഞത്, നീ ആവശ്യമില്ലാത്തതിന്റെ പുറകെ, ദൈവ ഇഷ്ടമല്ലാത്തതിന്റെ പുറകെ, ദൈവം പറഞ്ഞിട്ടില്ലാത്തതിന്റെ പുറകെ, ദൈവ ഇഷ്ടമില്ലാത്തതിന്റെ പുറകെ നീ നടന്ന് നിന്റെ നന്മകളെ ശത്രു അവതരിച്ചുകൊണ്ട് പോകുവാൻ. അതാവിനെ പോലെ ദൈവ ആലോചന, ആ ദൈവ ആലോചനയെ അനുസരിച്ച് ശത്രുവിനെ പൂർണ്ണമായ ഒരു ജയം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ഇടയാക്കണം. ദൈവമായ കർത്താവ് നമുക്ക് സ്വന്തം ചെയ്യാം. സ്വന്തം ശക്തിയോടെ സ്വന്തം ചെയ്താൽ നമ്മെ അഭിഷേകം ചെയ്തത്, ശൗലിനെ അഭിഷേകം ചെയ്തത് ആ ദേശത്തെ സംരക്ഷണം ചെയ്യാനാണ്. അങ്ങനെയുള്ള അഭിഷേകത്താൽ നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിച്ചു കൊള്ളണം. ശത്രു നമ്മുടെ നന്മകളെ അപകരിച്ചുകൊണ്ട് പോകും. നീ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി, കൃപയെ നഷ്ടപ്പെടുത്തി നീ അന്യമാതിരി പിന്നാലെ ഓടിയാൽ നിന്റെ ജീവിതത്തിന്റെ നന്മകളെ ശത്രു അപകരിച്ചുകൊണ്ട് പോകും. ആ ശത്രു നമ്മുടെ നന്മകളെ അപകരിച്ചുകൊണ്ട് പോകാതെ കൃപയിലും അഭിഷേകത്തെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതിനായി സ്വന്തം ചെയ്യാം. ദൈവ ആലോചനയുണ്ടായിരുന്നു. അവൻ ദൈവത്തോട് സംസാരിച്ചു, ദൈവം അവനോട് സംസാരിച്ചു. അവരുടെ ജീവിതം അങ്ങനെയാകട്ടെ. അതിന് നിമിഷം ദൈവത്തോട് സംസാരിച്ച് ഓരോ നിമിഷവും ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം ദൈവത്തോട് പറയുകയും ദൈവം നമ്മോട് പറയുകയും ചെയ്യുന്നതിപ്പോ ആ ദൈവ ആലോചന കേട്ട് നാം മുമ്പോട്ട് പോകുന്നതിപ്പോ നമ്മെ ക്ഷീണിപ്പിക്കുന്ന, അധീനപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന ചുറ്റുപാട് നമുക്കുണ്ടാകുമ്പോഴും ആ ദൈവീയ ആലോചനകളെ ഉറപ്പാക്കിക്കൊണ്ട് ശത്രുവിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ വേഗം സഹായിക്കുന്നതിനായി സ്വന്തം ചെയ്യാം. ദൈവാലോചന അനുസരിച്ച് ദൈവാലയം നടക്കുന്നതിനാൽ നമ്മുടെ പ്രതിസന്ധികൾ എത്ര അധീകരിച്ചാലും അവരുടെ ദൈവാലോചന മുഴുവൻ പിടിപ്പാൻ കൃപയുടേതിനാൽ സ്വന്തം ചെയ്യാം. താൻ നന്മ ചെയ്ത ചെയ്യാത്തവരെന്നാൽ തനിക്ക് വിരോധ മനോഭാവമുള്ളവരാണ് ദാവീദ് അറിയുമ്പോഴും അവരോട് വിരോധ മനോഭാവം വയ്ക്കാതെ അവരുടെ
ഒരു നിസ്വാർത്ഥമായ മനോഭാവവും സ്വഭാവവും നമുക്ക് ഉണ്ടാവേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സോദര 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 ശത്രുഘട്ടത്തിൽ നമുക്ക് വിരോധമായി പോരാടിയാലും ആത്യന്തികമായി വിടുതലും ജയം നമുക്കുള്ളതായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സോദര 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 ഈ വകക്കാരുടെ ദൈവത്തിന് ദൈവമൊന്നും നമ്മുടെ ഹൃദയങ്ങളുടെ ദൈവത്തെ പകരുവാൻ ദൈവാനുഗ്രഹമായി ദൈവമേ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സോദര ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ശക്തമായി സ്തോത്രം ചെയ്യാം. സോദര സോദര നമുക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങളും കൂടെ നമുക്ക് ബൈബിളിൽ സ്പെഷ്യൽ ഉപാസനയുടെ സമയം നമുക്ക് പോകും. അത് നമുക്ക് പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങളും കൂടെ നമുക്ക് പ്രാർത്ഥിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ദൈവവചനത്തെ ഏറ്റുകൊണ്ട് പ്രാർത്ഥിക്കണം. പക്ഷേ അതിനു മുമ്പേ ഞാൻ വചനാടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറയുകയാണ്. വചനാടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിൽ ആളുകളുടെ ഇടപെട്ടുകൊണ്ടിരുന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായ വിഷയമായതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകാം. പൊതുശോധന 30-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ഫെലിസ്ത്യനോട് നിന്ന് അനുരഞ്ജനപ്പെട്ടതിന്റെ ഫലമായി ദാവീദ് താമസിച്ച സിഗ്ലാഗിനെ അമാലേക്ക് നശിപ്പിച്ചു. ചുറ്റുകൾ തനിക്കുള്ള എല്ലാം അത് ശ്രദ്ധിച്ചോണം. ഇപ്പോ ദാവീദ് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദാവീദിനെ മടക്കി അയച്ച നിമിത്തമായി 3 ദിവസത്തെ വഴിദൂരം നടന്ന സിഗ്ലാഗിലേക്ക് ദാവീദ് വരുമ്പോൾ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, നശിച്ചു. തനിക്കുള്ളതെല്ലാം പിടിച്ചോട്ടുപോയി. ആ 30-ാം അധ്യായത്തിൽ ദാവീദ് ഒന്നുമില്ലാത്തവനാണ്. ദാവീദ് ഒന്നുമില്ലാത്തവനായിരിക്കണം. ബലമില്ലാതാകുമ്പോൾ ദാവീദ് കരഞ്ഞു. അവിടെ വിളിച്ചു പറഞ്ഞോട് അതേ ഏപ്പോൾ കൊണ്ടുവരണം ദൈവത്തോട് ആരോഗ്യം. അമാലിക്കൻ ഞാൻ ചുരുക്കമായി പറയുകയാണ്. ഇന്ന് ഈ നാടുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്ന ഏതോ ചില നന്മകളെല്ലാം നഷ്ടപ്പെട്ടു. ശത്രു കൊണ്ടുപോയി. അതിന് കാരണം അത് ഫെലിസ്ത്യനോട് നിന്ന് അനുരഞ്ജനപ്പെട്ടതിന്റെ ഫലമാണ്. നിമിത്തമായി പറഞ്ഞു. ഈ 30-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ദാവീദിനെ നോക്കിയാൽ ഹൃദയത്തിലും എല്ലാം നഷ്ടപ്പെട്ടവനായി മുൻപ് തന്നെ ജീവിതത്തിലുണ്ടായ നന്മയൊന്നുമില്ലാതെ ദാവീദ് കരയുകയാണ്. കൊണ്ടുപോയി എല്ലാം ആത്മീയവാനാണ്. ഒരു ദർശനമുള്ള കാലമുണ്ടായിരുന്നു. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ശരിയായ ആത്മനുള്ള ഒരു കാലമുണ്ടായിരുന്നു. ശരിയായ ദൈവങ്ങൾ വ്യാപരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദേവശുദ്ധമായ കേൾക്കുന്ന അനുഭവം നഷ്ടപ്പെട്ടു. ഭൗമിക നന്മയായിട്ടുള്ള എന്നൊന്നുമില്ല. അവരുടെ കരയിൽ അധ്യാപകർ വിഷയം വായിക്കണം. അവരോട് കൂടെ അറുന്നൂറേ ഉള്ളൂ. 200 ക്ഷീണിച്ച് കടന്നു ചെല്ലില്ല. 400 പേരുമായി അല്പം ചില പേരുമായി അമാലിക്കിനെ നേരെ യുദ്ധം ചെയ്ത് അവനുള്ളതെല്ലാം മടക്കിക്കൊണ്ട് വന്നു എന്നുള്ളത് മാത്രമല്ല, ആ 30-ാം അധ്യായത്തിന്റെ വചനങ്ങളൊന്നും വായിക്കുവാൻ സമയമില്ല. ആ 30-ാം അധ്യായത്തിന്റെ 26 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവൻ ആ യുദ്ധത്തിൽ പങ്കിട്ട കൊള്ള അവൻ കൊണ്ടുവന്നിട്ട് 16-15 കൂട്ടങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിൽ നിന്ന് അത് മടക്കി പ്രാപിക്കുവാൻ മാത്രമല്ല, അനേകർക്ക് പകർച്ച കൊടുക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് അവനെ ഉയർത്തിയച്ചത്. ഞാൻ പറയുന്ന ആത്മീയ കാര്യം മാത്രമാണ്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാലത്ത് നീരുണ്ടാകുന്ന ഏതൊരു ആത്മീകമായ നന്മകളെ ഓരോ ശത്രു അവതരിച്ചുകൊണ്ട് പോയി. ഇന്ന് ആ നിനക്ക് അനുഭവിക്കുവാനായിട്ട് പകർന്നു കൊടുക്കുവാനായിട്ടാണ് നീ ആയിത്തീർന്നു പോയൊരവസ്ഥയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ മടക്കി പ്രാപിക്കുവാൻ മാത്രമല്ല, അനേകർക്ക് പകർച്ച കൊടുക്കുന്ന, അനേകർക്ക് അനുഗ്രഹമാകുന്ന ഒരു ജീവിതത്തിലേക്ക് നിന്റെ ആത്മീയ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്നത് വളരെ ആത്മീയമായ വിഷയത്തെ മാത്രമേ ഞാൻ ഇത് നോക്കുന്നത്. കഥായ ഒരു കാലത്ത് നിന്റെ നാട്ടുകൾ എനിക്കുണ്ടായിരുന്നു, കൃപാവരങ്ങൾ എനിക്കുണ്ടായിരുന്നു, ദർശനം എനിക്കുണ്ടായിരുന്നു, കഥാവിലെ ആത്മീയാനുഭവം എനിക്കുണ്ടായിരുന്നു, പ്രാർത്ഥന ജീവിതം എനിക്കുണ്ടായിരുന്നു, ദൈവശബ്ദ കേൾക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു, കൃപാവരങ്ങളിൽ വിധിച്ചിരുന്നു, പ്രവചനവരം എന്നിലുണ്ടായിരുന്നു, വ്യാഖ്യാനം എനിക്കുണ്ടായിരുന്നു, ദൈവിക ദർശനങ്ങൾ എനിക്കുണ്ടായിരുന്നു. എപ്പോഴും എന്റെ ജീവിതത്തിൽ അത്
നഷ്ടപ്പെട്ടവനായി കരയുന്നതാകിയതിനെ ആ അധ്യായത്തെ ഒടുവിലെന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവനെ നഷ്ടപ്പെട്ടു പോയതിനേക്ക് അവൻ തിരികെ പ്രാപിക്കുക മാത്രമല്ല അനേകർക്ക് പകർച്ച കൊടുക്കുന്ന ഒരു സമസ്യയിലേക്ക് അവരെ കൊണ്ടുവന്നതുപോലെ എന്റെ ആത്മീക ജീവിതത്തെ മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് അദ്ദേഹം ഒഴുകാൻ നടക്കാൻ കുറച്ച് പ്രാർത്ഥിച്ചു. കഥാവേ, ഞാൻ നഷ്ടങ്ങളിലാണെന്ന് പറയുവാൻ നീ രചിക്കണം. ഞാൻ നഷ്ടങ്ങളിലാണെന്ന് പറയുവാൻ നീ രചിക്കണം. കഥാവേ, എന്നെ സഹായിക്കണമേ. ഏതെല്ലാവിധ നന്മകൾ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ ആവിധ നന്മകളെല്ലാം എന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുക. കഥാവേ, എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുട്ടി അവൾ മരണപ്പെട്ടുപോയി. ബൈബിളിൽ സമയമില്ല. കുട്ടി മരണപ്പെട്ടുപോയി. അവിടെ എഴുതിയിട്ടൊരു കാര്യമുണ്ട്. പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ മേലെ തനിക്ക് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് നിന്റെ മുമ്പിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിന് നേരെ നീ കട്ടളിടാൻ പോവുകയാണ്. നീ കൽപ്പന കൊടുക്കാൻ പോവുകയാണ്. നിന്റെ ഭൗതിക ജീവിതത്തിൽ ചത്ത ശവം പോലെയായി പോയ ചില കാര്യങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളായിരിക്കാം, ദൈവസ്ഥലയിൽ മകന്നുപോയവരായിരിക്കാം, നിന്റെ ഭൗതിക ജീവിതത്തിലായിരിക്കാം, നിന്റെ ബിസിനസ്സിലായിരിക്കാം, നിന്റെ ശരീരത്തിലായിരിക്കാം. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇനി ആശയ്ക്ക് വകയില്ലെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ, നാളെ നോക്കി പ്രതീക്ഷിക്കാൻ ഇനി വകയില്ലാതെ പോയ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരല്പസമയം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. മുട്ടുകുത്താതെ മുട്ടുകുത്തിയാൽ മുട്ടുപേടുന്ന പ്രാർത്ഥിക്കുക. എന്തിനാണെന്നുള്ള ബോധത്തോടെ മാത്രം മുട്ടുകുത്തിയാൽ മതി. നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ പോയാൽ, നിന്റെ ഭൗതിക തലത്തിലാകട്ടെ, നിന്റെ തലമുറയിലാകട്ടെ, നിന്റെ ഭവനത്തിലാകട്ടെ, ഇനി ആശയ്ക്ക് വകയില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ നീ ആയെങ്കിൽ മുട്ടുകുത്തി ചില നിമിഷം പ്രാർത്ഥിക്കണം. എന്നിട്ട് അധികാരത്തോടെ കൽപ്പിക്കണം. അധികാരത്തോടെ കൽപ്പിക്കണം. കൽപ്പിക്കേണ്ട സമയം ഞാൻ നിങ്ങളോട് പറയത്തില്ല. ചില സമയം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ ശുശ്രൂഷയിലാകട്ടെ, നിന്റെ ജീവിതത്തിലാകട്ടെ, നിന്റെ ഭവനത്തിലാകട്ടെ, നിന്റെ ഭൗതിക തലങ്ങളിലാകട്ടെ, നിന്റെ കുഞ്ഞുങ്ങളിലാകട്ടെ, ആരിലുമാകട്ടെ, നീ ആയിരിക്കുന്ന സ്ഥാനത്തിന് മുട്ടുകുത്തിയാട്ടെ, നീ കസേരയിലായിരിക്കുന്ന അവിടെ മുട്ടുകുത്തിയാട്ടെ. ഇത് ചുമ്മാ ഒരു വൃദ്ധവാക്കാരി എടുക്കേണ്ട. മരിച്ചുപോയ ശക്ത സമപോലെ കിടക്കുന്ന തമ്മിൽമാരുടെ മുമ്പിൽ പത്രോസ് മുട്ടുകുത്തി ചില നേരം പ്രാർത്ഥിച്ച് അവൻ ശവത്തിന്റെ നേരെ തിരിഞ്ഞു. നീ എഴുന്നേൽക്ക. നിനക്ക് അധികാരത്തോടെ കൽപ്പിക്കുവാനുള്ള അഭിഷേകം നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഉടക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ചില കാര്യങ്ങളോട് നിങ്ങൾ കൽപ്പിച്ചാട്ടെ. നിന്റെ ജീവിതത്തോട് പോരാടുന്ന ശത്രുവിനോട് ഓടിപ്പോകാൻ പറഞ്ഞാട്ടെ. നിങ്ങൾ നന്മയെ പറയുന്ന ശത്രുവിനോട് നീങ്ങി പോകാൻ പറഞ്ഞാട്ടെ. അനാത്മീയായ തലമുറയോട് മതങ്ങളാൽ നീ കൽപ്പിച്ചാട്ടെ. നീ മുൻകൂട്ടി പ്രാർത്ഥിച്ച് നീ അധികാരത്തോടെ ഇത് പകർത്തി കൽപ്പിച്ചാട്ടെ.
നമ്മുടെ ദൈവങ്ങളുടെ എല്ലാ വിഷയങ്ങളും ചില ചുരുക്കമായ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുവാനായി ചില വിഷയങ്ങൾ ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുവാനായി പല വിഷയങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഓരോ വിഷയങ്ങളെ പറഞ്ഞ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയമില്ല. ഈ എല്ലാ വിഷയങ്ങളെയും ചേർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പ് തരികയാണ്, നാളെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഓരോ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് നാളെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസത്തിൽ ഉപസിച്ചോളാം. കാരണം എന്റെ മുമ്പിൽ വിശ്വാസത്തോടെ തന്നതാണ്. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയെ ഞാൻ പറയുന്നു, ഈ വിഷയങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഉപസിച്ച് പ്രാർത്ഥിച്ചോളാം. ഞാൻ ദൈവസന്നിധി ഉറപ്പ് തരികയാണ്. ധൈര്യമായി ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നാം വെച്ച് എഴുതിയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവമായി, ഇതിലെഴുതപ്പെട്ട കാര്യങ്ങൾ ദൈവമായി. ദൈവം സഖ്യകൊണ്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളെ പരിഹരിക്കണം. നിവർത്തിയുടെ കാര്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കണം. എല്ലാവരും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കണം. ഞാൻ ചേർന്ന് പ്രാർത്ഥിച്ചാണ് ദൈവമേ, വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഓരോ കർശനമായി അസ്വസ്ഥമായി അറിയുന്നു. ദൈവമേ, നിന്റെ കണ്ണുകൾ കാണുന്നു. ദൈവമേ, അവിടെ അറിയുന്നു. വിശ്വാസത്തോടെ അപേക്ഷിച്ച ഈ കാര്യങ്ങളെ ദൈവകരങ്ങളിൽ കൈവശങ്ങൾ ഓരോ വിഷയങ്ങളായ
ഈ ലോകത്തിന് മോഹങ്ങൾ അധീനപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ തലമുറകൾ ദൈവസ്ഥിതിയിൽ വിശ്വസ്തരായ ദൈവത്തിന് കൊള്ളാവുന്നവരായിരിക്കണം. ഞാൻ നിന്റെ നിന്നോട് വചനവും നിന്റെ മേലുള്ള ആത്മാവും അത് നിന്റെ വായിൽ നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതികളുമായി നിന്നും നിന്റെ സന്തതികളുമായി നീ പോകട്ടെ. ഈ ആത്മാവും അതിനോ തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത്. അവർ ഭൗതികമായ അഭിവൃദ്ധികൾ തന്നെ ഉപയോഗിച്ച് പ്രാപിക്കുന്നതല്ല. തലമുറകളെല്ലാം ദൈവത്തിനെ വിശ്വസ്തരായി ആത്മീയരായി തീരുവാനിടയാകട്ടെ. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിന് വിശ്വസ്തരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ സഹായിക്കുമാറാകണമേ. ലോകത്തിലെ മോഹങ്ങളിൽ നിന്ന് വിടിവിക്കപ്പെട്ടു പോകാതെ അകപ്പെട്ടു പോകാതെ തലമുറകളെല്ലാം കാക്കപ്പെടുവാൻ സൂക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം ചെയ്യാം. ദേശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനിടയാകും. ഒന്ന് സഭയുടെ പൂർണ്ണതയ്ക്ക് ഒരുക്കത്തിന് കാരണമാകണം. രണ്ട് ആ ദേശത്തിന്റെ രക്ഷയ്ക്ക് ദേശത്തിന്റെ വിടുതലിന് കാരണമായി തീരുവാനിടയാക്കിയിരിക്കുകയാണ്. അനേക ആത്മാക്കൾ ദേശത്ത് എഴുന്നേൽക്കണം. ദൈവം സഹായിക്കണം. നാം അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം നാം അനുഭവിക്കുന്ന ദൈവ സമാധാനം നാം അനുഭവിക്കുന്ന ഈ ഭാഗ്യകരമായ ജീവനുള്ള പ്രത്യാശ നൽകാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. ഈ ദേശത്തിന് വലിയൊരു വിടുതലുണ്ടാകണം, രക്ഷയുണ്ടാകണം. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള പിതാവേ, സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. സർവശക്തനേ, നീ മനസ്സിലാക്കണമേ കർത്താവേ. നീ രക്ഷ വരുത്തണമേ. ദേശത്തെ രക്ഷിക്കണമേ കർത്താവേ. ദൈവവാനുള്ള നിത്യമായ ന്യായവിധിയിൽ നിന്ന് ദൈവം സഹായിക്കണം. സ്വതന്ത്രം ചെയ്താൽ ദേശത്തിന് പൂർണ്ണ രക്ഷയ്ക്കായി സ്വതന്ത്രം ചെയ്യാം. വാർത്തകളിലെ പബ്ലിക്ക് പറയുക, മക്കൾ വായിക്കാൻ ഒരുപാട് വായിക്കുന്നുണ്ട്. ഇപ്പൊ മക്കൾ വായിക്കുമ്പോഴുള്ള മനോബലം എനിക്കില്ല. പത്രം വായിക്കാൻ മനോബലമില്ലാതെ പോയ കാലഘട്ടമാണ്. സത്യമാണ്. പത്രം വായിക്കുന്നവരുടെ മനോബലം അത്ര വേദനയായ വാർത്തകൾ, എത്ര ദുഃഖകരമായ വാർത്തകൾ നമ്മുടെ കേരളത്തിലുള്ള ക്ഷോഭങ്ങളിൽ മനുഷ്യന്റെ ശരീരം കാണുന്നില്ല. മണികൾക്കിടയിൽ മനുഷ്യനെ കിടക്കുന്നു, ഗർഭപാത്രം കിടക്കുന്നു. എത്ര വേദനയായ കാര്യങ്ങളാണ്, എത്ര ദുഃഖകരമായ സാഹചര്യങ്ങളാണ്, എത്ര ദുഃഖകരമാണ്. ദേശത്തെ ദൈവം സൂക്ഷിക്കും. ഇവരായ അനർത്ഥങ്ങൾ വരാതെ ദൈവം കണ്ണുകൾ. ഞാനത് പറഞ്ഞത് കൊള്ളുവാൻ തന്നെയാണ്. ഞാൻ ആ വാർത്തകൾ വായിച്ച് ഞാൻ വല്ലാതെ കരയും. മാനുഷിക ആവേദനകൾ മാത്രമായി മണ്ണിൽ കിടക്കുന്ന അവസ്ഥ, എത്ര ദുഃഖകരമായ സ്ഥിതി ഓർക്കുവാൻ പോലും കഴിയില്ല. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടമായ അനർത്ഥങ്ങൾ ദേശത്തെ വിടിവിക്കും. പ്രകൃതിയുടെ ക്ഷോഭങ്ങളെ വിടിവിക്കും. ആരോഗ്യങ്ങളെ വിടിവിക്കും. അനർത്ഥങ്ങളെ വിടിവിക്കും. വിഗ്രഹാരാധന എത്രത്തോളം പ്രബലമായ ഒരു രാജ്യത്തിന് ലോകത്തോളം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദേശത്തിന് രാജ്യത്തിന് വിടുതലുണ്ടാവുകയാണ്. സുവിശേഷത്തിന്റെ വെളിച്ചം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ശക്തിയോടെ പ്രകാശിക്കണം. അനേക ജീവിതങ്ങൾക്ക് രക്ഷയുണ്ടാകണം. ഒരുപാട് രാജ്യങ്ങൾ രാജ്യത്തെ പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കണമേ പ്രാർത്ഥിക്കണം. സ്വതന്ത്രം ചെയ്യാം.
എല്ലാം ഒരു പുതിയ ആത്മാവിനെ പ്രാർത്ഥിച്ച സഭാജനത്തിൽ മുഴുവൻ ആര് സമാധിക്കണം. ഞങ്ങൾ സുവിശേഷകാരിൽ ഞങ്ങൾ ആര് സഹോദരന്മാർ ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 8:15 വരെ അന്നത്തെ കൊച്ചു പാസ്റ്റർ റൂമിന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് മരിച്ച പാസ്റ്റർ ജോസഫ് കുട്ടിയപ്പച്ചൻ ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 8:15 വരെ അവിടുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് സഭയുടെ താഴേക്ക് പോകേണ്ടത്. അപ്പൊ ഒരു 4 പേരും കൂടെ നടന്നു പോവുകയാണ്. കോലീവേഴ്സിറ്റിയിൽ പ്രവേശിച്ച ജോൺസൺ, കൊട്ടാരക്കലുള്ള കുറിച്ച്, തിരുവനന്തപുരത്തുള്ള ജോലി കുറിച്ച്, ഞങ്ങൾ 4 പേരും നടന്നു പോകുമ്പോൾ ജനലിൽ നിന്ന് ഭാഷ ഞങ്ങളെ വിളിച്ചു എന്തോ ഒരു പുതിയ ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരാൻ ഞാൻ സാധിക്കില്ല. നോക്കി ആലോചിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവേ പുതിയ ആത്മാവിനെ കൊണ്ടുവരണം, പുതിയ ആത്മാവിനെ കൊണ്ടുവരണം, പുതിയ ആത്മാവിനെ കൊണ്ടുവരണം. വെട്ടകാലം പ്രാർത്ഥിക്കണം. 8 മണിക്ക് ആരുമില്ല. പ്രാർത്ഥന കഴിഞ്ഞുള്ള ജോലി സ്വന്തം ജയിച്ചിട്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിച്ച പുതിയ ആത്മാവാണ്. നമ്മൾ ചോദിച്ചാൽ വരുവാ ഞാൻ പട്ടാളി പന്തപ്പടാലി വരികയാണ്. ഇവിടെ വന്നെങ്ങനെയാണ് ഞാൻ ഗൾഫിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്വന്തം കൂട്ടാക്കി പോയി. ഒരാളെ നമ്മുടെ സ്വന്തം കൂട്ടാക്കി പോകാൻ കൊട്ടാരത്തെ ബസ്റ്റാക്കി വരാൻ പറഞ്ഞു. ഞാൻ അയാളെ കാത്തുകാത്തി നിന്നിട്ട് വാങ്ങിയില്ല, ഓട്ടോറിക്ഷ വാങ്ങിയില്ല. ഞാൻ ഓട്ടോക്കാരനോട് ഒന്ന് വഴി പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആരാണ് സഹായം നടത്തുന്നത്? ബൈബിൾ തന്നോണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് ഈ മോളുടെ പേപ്പറിന്റെ റോഡിൽ കൊണ്ട് കേട്ടുപോയി. യാതൊരു ആദ്യം വരിക ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ആ പ്രാർത്ഥനയുടെ ശബ്ദം പിടിച്ചു വന്നതാണ്. വ്യക്തികളായ ഞങ്ങളുടെ അദ്ദേഹത്തെ കൊടുത്തിരുന്ന ഇന്ന് താങ്കളുടെ സർവഭാഷ തമ്മിലാണ് അന്നവിടെ അക്കോഴ്സിലുണ്ടായിരുന്നത്. പക്ഷെ തമ്മിലാണ് സ്നാനം കൊടുത്തത്. വിശുദ്ധമായി ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയെ പഠിപ്പിച്ച ഒരുപാട് പാഠമുണ്ട്. ഞാൻ ജോസഫിന്റെ ഓർത്തുപോയതാണ്. കൊട്ടാരങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ കൊട്ടാരത്തിലെ ജോലിയിൽ ആപത്തിലായിരിക്കുമ്പോ അവര് ഹൈന്ദവ സഹോദരനും സഹോദരി ഉണ്ടായിരുന്നു. അവർ വേറെ ശ്രേഷ്ഠത്തിലുള്ളവരാണ്. അവർ നമ്മുടെ രക്ഷയിലേക്ക് വന്നു. ആ സഹോദരി രാവിലെ നെഞ്ചത്ത് കഴിപ്പിച്ചുകൊണ്ട് യോസഫിച്ചോടോ പറഞ്ഞു, എന്റെ ഭർത്താവ് ശാസിച്ചു പോയി. ശാസിക്കുകയാണ് എവിടെ പോയി ഹൈന്ദവ സഹോദരൻ. ഞങ്ങൾ എല്ലാവരും എല്ലാവരും ജോലി നിർത്തിയിട്ട് ആരാധനമായി പോയി വട്ടത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ എവിടോ പോയി കണ്ടില്ല. രാവിലെ മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉച്ചയായി വൈകുന്നേരമായി രാത്രിയായി അവ വന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്റെ സഹോദരൻ കർത്താവേ അവൻ എവിടെയായാലും കൊണ്ടുവരണമേ. രാത്രി 12 മണിയായപ്പോ 12 മണി കഴിഞ്ഞപ്പോ ശബ്ദം കേട്ട് നോക്കിയപ്പോ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ മധ്യത്തിൽ ശബ്ദം ചെയ്യുന്നു. ശുദ്ധന്മാർ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അനുസരിച്ച് പ്രാർത്ഥിച്ചു. എവിടെയോ ദൂരസ്ഥലത്ത് വെളുപ്പാക്കാലത്ത് പോയത് രാത്രി 12 മണി വരെ ഞങ്ങളെ അവിടെ പ്രാർത്ഥിച്ചു. 12 മണിയായപ്പോൾ ഏതോ ദേശത്ത് പോയത് അവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ ദേശത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ദേശത്ത് അതിശയകാര്യങ്ങൾ ഈ സമയം